ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ നമ്മൾ ഷോപ്പിൻ്റെ മുന്നിൽ നിന്നിട്ടൊക്കെയാണ് വീഡിയോസ് ചെയ്യാറ്, അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ വീഡിയോസൊക്കെ മെയിനായിട്ട് ചെയ്യാറുള്ളത്. അതും നമ്മുടെ സ്റ്റേറ്റിലും നമ്മുടെ സ്റ്റേറ്റ് വിട്ടിട്ട് പുറത്ത് പോയിട്ടും ഉള്ള കുറേ വീഡിയോസ്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ എവിടെ നിൽക്കണേന്ന് ഏകദേശം ഒരു പിടി കെട്ടിയിട്ടുണ്ടാവും. ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ തന്നെ എവിടെയാണെന്നുള്ളൊരു പിടി കെട്ടിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോണത് കൺട്രി വിട്ടിട്ടുള്ള ഒരു ബിസിനസ് ട്രിപ്പിലേക്കാണ് കേട്ടോ. അതും എവിടെയാണ് വില കുറവിന് എന്ത് കിട്ടും എന്നുള്ളത് അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ മാത്രമല്ല കേട്ടോ പോണത്, നമ്മളൊരു ഫുൾ ഗ്രൂപ്പായിട്ടാണ് പോണത്. അപ്പോൾ ആരൊക്കെ എൻ്റെ കൂടെ ഉണ്ട്, എങ്ങനെയാണ് ഞാൻ ഇവിടേക്ക് എത്തിയത്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അങ്ങനെ എക്സൈറ്റഡ് ആയിട്ടുള്ള നമ്മുടെ 2 ഫ്രണ്ട്സിനെ കണ്ടിട്ടുണ്ട്. ഒക്കെ ഫുൾ ആക്ടിങ്ങാ. ഇവിടെ നാട്ടിൽ നിന്ന് എല്ലാവരും കൂടി ഇവിടെ ഇറങ്ങിയ ഒരുമിച്ച് എവിടേക്ക് പോണേ? ഞങ്ങള് തായ്ലാന്റ് പട്ടായ 2 അമ്പലം കാണണം. അമ്പലം കാണാൻ നീട്ട് നാട്ടിലൊന്നും സ്ഥലമില്ലാണ്ട് അങ്ങോട്ട് പോണേ. അവിടെ പുണ്യമായിട്ടുള്ള ക്ഷേത്രമാണെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ കല്യാണം വരാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. അപ്പൊ കല്യാണത്തിന് മുന്നേ എനിക്ക് ഒരു നേർച്ചയുണ്ട്. അവിടെ പോയിട്ടൊന്ന് എനിക്ക് കുട്ടി ഉണ്ടാകുന്ന നേർച്ച, ഇങ്ങനെ കുട്ടികൾ ഉണ്ടാക്കാനായിട്ടുള്ള നേർച്ചയൊക്കെയാണ്. സ്നേഹം ഒരു തേങ്ങ വന്നിട്ടുണ്ട് കയ്യിൽ, നെയ്യ് നിറച്ചിട്ടോ. ബോയ്സ് ട്രിപ്പ് എത്ര ആളുടെ പ്രോഗ്രാമാ? 8 പേര്. ഓക്കെ, അപ്പൊ അടിച്ചു പൊളിച്ച് പോയോ? എന്തായാലും കണ്ടതിന് സന്തോഷം. നമ്മൾ ഇനി വീണ്ടും നാട്ടിലെത്തിയിട്ട് വീണ്ടും കാണുന്നതല്ലേ. ഓക്കെ, ഞാനും പൊളിച്ചിട്ട് വരാം. ഞാൻ ചൈന കമ്മ്യൂണിസ്റ്റ് എന്ന് പറയില്ല, ചൈന ബിസിനസ് അത് നല്ലതാ. പറഞ്ഞു ചൈന പോയാൽ നമ്മൾ സന്ദർഭമല്ല കേട്ടോ, അത് വേറെ കേസ്. അവിടെയുള്ള ഒരു പെണ്ണുങ്ങളുടെ അടുത്ത് മുട്ടാൻ പറ്റില്ല അല്ലേ? സത്യല്ലേ? ഞാൻ എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്തരാ. എത്ര? 1000 രൂപ ഇട്ടുതരാം. പോരാ, ഇവിടെ വേണം അതെ കാശ്. ചൈനയില് ഇത് എടുക്കില്ല, നമ്മുടെ കാശ് എടുക്കില്ല. അപ്പൊ പോയിട്ട് പോവാ, അടിച്ചു പൊളിച്ച് പോവാ. അപ്പൊ എത്രയാണെന്നുള്ളതൊന്ന് പ്ലാൻ ചെയ്തിട്ട് പോയോ, 1 or 2 കുട്ടികളെ പോയിട്ട് പോവാ. അപ്പൊ ബെസ്റ്റ് വിഷസ്. ഗേറ്റിന്ന് കയറിട്ടോ. ഇനിയിപ്പോ നമ്മള് ഫ്ലൈറ്റ് കയറാൻ പോവാണ്. നമ്മുടെ ടീം മെമ്പേഴ്സ് ഒക്കെ കയറി കഴിഞ്ഞു. നമ്മള് ആണ് അവസാനം. എല്ലാവരും കഴിഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചിട്ടോ, അല്ലെങ്കിൽ അവിടെ വരി നിൽക്കേണ്ടി വരും. എന്തിനാ വരി നിൽക്കണം? ഓൾറെഡി കയറി കഴിഞ്ഞിട്ട് എല്ലാവരും. അപ്പോൾ ഞാൻ പറഞ്ഞത് വെറുതെ ഇല്ല, അതെ എല്ലാവരും വരി നിൽക്കുകയാണ്. ഈ വരി നിൽക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് വരേണ്ടി വന്ന്. ആദ്യം വന്ന് നേരത്തെ കയറാമായിരുന്നു. ബിസിനസ് ക്ലാസ്സൊക്കെ പോയിട്ട് നമ്മളിത് പിന്നിലേക്ക് വന്നു തുടങ്ങി. നമ്മളെവിടെയാണ് കയറുമ്പോൾ ഇതൊക്കെ കിട്ടുന്നുണ്ട്. എവിടെയെങ്കിലൊക്കെ സീറ്റ് പിന്നില് 48 ആണ് കിട്ടിയ. നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരാള് 45 ആയിട്ടുള്ള. അല്ല, ലാസ്റ്റ് വന്നാലും ഇതുപോലെ വരി നിൽക്കണല്ലേ, ആദ്യം വന്നാലും വരി നിൽക്കണം. ഇതാണ് നമ്മുടെ സീറ്റ്, എമർജൻസി സീറ്റ്. ഇടയ്ക്കൊന്ന് തോന്നി കഴിഞ്ഞാൽ ഒന്ന് ചാടാൻ നമുക്ക്. ഹേയ്, അങ്ങനെ ഞങ്ങൾ സിംഗപ്പൂർ എത്തി. കണക്റ്റഡ് ഫ്ലൈറ്റ് ആണ്. ആക്ച്വലി നമ്മുടെ അവിടെ ഒരു 4 മണി സമയം, പക്ഷേ ഇവിടെ 7 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ 7 മണിക്കാണ് അടുത്ത കണക്റ്റിംഗ് ഫ്ലൈറ്റ്. ആദ്യം നേരമൊന്നുമില്ല, ജസ്റ്റ് 20 മിനിറ്റ്സിൻ്റെ ഡിസ്റ്റൻസിലാണ് അടുത്ത ഫ്ലൈറ്റ്. അപ്പോൾ അങ്ങോട്ടുള്ള പാച്ചിലാണ്. ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഒരു ഓട്ടോ ഓടണം അടുത്ത ഫ്ലൈറ്റിലേക്ക്. എന്തായാലും കോള് വരും നമ്മളെത്തിയില്ലെങ്കിൽ. അടുത്ത ടെർമിനലിൽ പോകാനായിട്ട് ഇവിടെ ട്രെയിനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ അവിടെയൊക്കെ ബസ്സല്ലേ, അപ്പോൾ ഇവിടെ ട്രെയിനിലാണ്. പിന്നെ നമ്മളെ കൊണ്ടുവന്ന മെയിൻ ആളാണ് ഇങ്ങൊരു പരിചയപ്പെടാട്ടോ നമുക്ക് അവിടെ വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട്. അപ്പം നമ്മൾ പോണ ഏറ്റവും ലാസ്റ്റ് എല്ലാവരും കഴിഞ്ഞിട്ട്. അപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷൻ 1 മണിയാകുമ്പോഴേക്കാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ നമ്മൾ പോണത് അവിടെ എത്തിയിട്ട് പറയാം. നമ്മൾ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടോ. എന്തോ ചൈനയാണ് സംഭവം, പക്ഷേ ഗോഞ്ചോ അങ്ങനെ എന്തൊക്കെ പറയും. എന്തായാലും ഇവിടുത്തെ ഭാഷയൊന്നും നമുക്കറിയില്ല. എന്തായാലും ഞാനും എക്സൈറ്റഡ് ആണ്. നമ്മുടെ ഗ്രൂപ്പിലത്തെ ടീമൊക്കെ ഇങ്ങോട്ട് പോയി. ഞങ്ങളാണ് ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയത്. നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു ടീം, ഒരു ഫാമിലി ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവരാട്ടോ. ബാക്കിയുള്ളവർ എങ്ങോട്ട് പോയാ? ഇവരൊക്കെ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവരാണ്. ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയത് സൗകര്യമായിട്ട്. ഫുൾ ഗ്രൂപ്പ് നമ്മുടെ ടീമാണ് കേട്ടോ ഈ കാണുന്ന മൊത്തം. അതിലാകെ ഞങ്ങൾ 2 ലേഡീസ് മാത്രമേ ഉള്ളൂ. ഞാനും ഉണ്ട്, ഇങ്ങോരും ഉണ്ട്, പിന്നെ ഉണ്ട് അല്ലേ. നമ്മൾ 2 ലേഡീസ്, പിന്നെ ഒരു കുഞ്ഞ് കിഡ് ഉണ്ട്. അതെ, കിഡ് അല്ലേ. ഹായ് പറഞ്ഞേ. എന്താടാ പാപ്പു കിട്ടിയില്ലേ? ഫ്ലൈറ്റിലൊക്കെ അടിപൊളി ഫുഡായിരുന്നു, ഒന്നും കഴിച്ചില്ല അല്ലേ.
അപ്പം ഇനി ലഗേജ് കളക്ട് ചെയ്തിട്ട് ഒരു ടാസ്ക് കഴിഞ്ഞിട്ട് ഇരിക്കണേ ഇത് കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇമിഗ്രേഷന് കല്യാണം കഴിച്ച കുട്ടികൾ എത്രയുണ്ട് എന്താന്നൊക്കെ അത് ചോദിച്ചെങ്കിൽ പിന്നെയും പറയാം ഇവർ പറയണ ഭാഷ ഒന്നും മനസ്സിലാവുന്നില്ല. നിങ്ങളോടെന്താ ചോദിച്ചേ? എത്ര ആൾ ഗ്രൂപ്പിലുണ്ടെന്നല്ലേ? ഓ ഞാൻ എന്നോട് ചോദിച്ചത് ആരെ കൂടിയാ വന്നിക്കണേ, മോൻ്റെ കൂടെയാന്ന്. മോനെ വിളിക്ക്, എന്തിനാ വന്നിക്കണേ, ഗാർമെന്റ് ബിസിനസ്സിനാണ്. ഒരുപാട് ചോദ്യങ്ങൾ. അവസാനം ഒരു 10 മിനിറ്റിൻ്റെ ഒരു ടെൻഷൻ. കാരണം ഇതാ ഇങ്ങോരോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളൊക്കെ കണ്ടുകഴിഞ്ഞാൽ മുഖദൃഷ്ടി അല്ലേ? നമ്മളൊരു ഗ്രൂപ്പായിട്ട് വന്നിട്ട് അതെ നിന്നെ പിടിച്ചാ എന്നെ മുഖം കാണിക്കരുതല്ലോ, ഞാൻ നാണമായിട്ട് വന്നു. എനിക്ക് നാണാന്ന്. ഞാൻ ആകെ 30 വയസ്സുകാരനാണ്, പക്ഷെ എല്ലാവരോടും 20 വയസ്സെന്ന് പറഞ്ഞാൽ മതി, അങ്ങനെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ജീവിക്കാനൊന്ന് അനുവദിക്കൂ കുട്ടീന്ന്. നമ്മളിവിടെ എല്ലാവരും കൂടി ഒത്തുചേർന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ ഫൈനൽ നമ്മൾ ക്യാച്ച് ചെയ്തിട്ടുള്ളത്. ആ കുട്ടിയാണ് നമ്മൾ ക്യാച്ച് ചെയ്തത്. കുട്ടീന്ന് പറയാൻ പറ്റില്ല കേട്ടോ, എന്ത് പറഞ്ഞാലും നമുക്കറിയില്ല. 2 ബൊമ്മയും കയ്യിൽ വെച്ച് നിൽക്കുന്നുണ്ട്. നമ്മളെ ടീമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇവിടെയും വ്ളോഗാണോ ഇതെന്താ സംഭവം? മീഡിയ ചെയ്യുന്നത്. ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് ആ ബൊമ്മ വെച്ചേക്കുന്നത് എന്തിനാ? അത് നമ്മള് ലോങ്ങിൽ നടന്നു പോകുമ്പോ അവരെ കാണാൻ വേണ്ടിട്ട് തിരക്ക് കൂടുമ്പോഴേ അത്രയും തിരക്കുണ്ടല്ലേ ചില ഏരിയയിൽ വരുമ്പോ ചിലപ്പോൾ തിരക്ക് കൂടുമ്പോ ചെയ്യുന്ന ഒരു സാധനമാണത്. അതെ, തിരക്കുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോ എന്താ പറയാ അങ്ങനെ വെക്കുന്നത്. അപ്പൊ നമ്മള് മിസ്സായി പോവാണ്ടിരിക്കാൻ വേണ്ടിട്ടുള്ളത്. ആ ബൊമ്മയെ പറയണത് ഒരു ചോപ്പും നീലയും കൂടിയിട്ടായിട്ടുള്ളത്. ഞാൻ എണ്ണ എടുത്തോണ്ടിരിക്കുക, എത്ര എണ്ണം വന്നു, എത്ര ആള് പോയി. അപ്പൊ നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ടീമായിട്ട് നമ്മൾ ഇറങ്ങാൻ പോവാണ്. വലത്തെ കാല് വെച്ച് കയറട്ടെ ഐശ്വര്യമായിട്ട്. യെസ്, കാല് വെക്കണത് എടുത്തോ. വലത്തെ കാല് വെച്ച് ഇറങ്ങട്ടെ. നല്ല വെയില്, ചുട്ട വെയില്. നമ്മുടെ കൊടി മുന്നോട്ട് പോകണ്ട, മിസ്സാവണ്ട. ചൈന എയർപോർട്ട്, ഇതാണ് ചൈന എയർപോർട്ട്. കുറെ ABCD ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്കൊന്നും ഒരു ഐഡിയ ഇല്ല. അത് നമ്മുടെ ബസ്സായിരുന്നു അല്ലേ, നമ്മുടെ ബസ്. ആ ബസ്സിലാണ് നമ്മൾ കയറാൻ പോണത്. അപ്പൊ അതെ, ഇത്രയും മെമ്പേഴ്സ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ്. അതും ലഗേജ് ഇതാ ഈ സൈഡിലിടാലോ. സൈഡ് സീറ്റ് പിടിച്ചാലും ഒരു കാര്യമില്ല കേട്ടാ. പക്ഷെ ഞാനും പോയി സൈഡ് സീറ്റ് പിടിക്കട്ടെ വേഗം. അല്ല, ലാപ്ടോപ്പ് ബാഗ് അവിടെ കയ്യിലെടുത്തോ, ഞാൻ പോയി സൈഡ് സീറ്റ് പിടിച്ചോട്ടെ. സൈഡ് സീറ്റ് പിടിക്കാനുള്ള തിരക്കാണ്. അതെ, സൈഡ് സീറ്റ് പിടിക്കാനുള്ള തിരക്കാണ്. സ്കൂളിൽ പിള്ളേരുടെ പോലെ സൈഡ് സീറ്റ് പിടിക്കാൻ ഓടുന്നു. ഞാനും പിടിച്ചു. കിട്ടിയാ സീറ്റ്? കിട്ടിയാ? അതെ, ഉറപ്പാണോ? നാട്ടിലത്തെ കേസ് പോലെ അതെ, സീറ്റ് ഇത് വെച്ചു. അങ്ങനെ നമ്മള് ഹോട്ടലിലേക്ക് എത്തിയിട്ടുണ്ട്. ഹോട്ടൽ റൂമിൽ ചെക്കിൻ ചെയ്യാൻ പോവാണ് കേട്ടോ. ഹോട്ടലിന്റെ പേര് ഹോളിഡേ ഇൻ. അപ്പൊ നടുക്കിക്കൂടെ വേണമെങ്കിൽ നടുക്കിക്കൂടെ പോവാം, സൈഡിൽ കൂടെ വേണമെങ്കിൽ സൈഡിൽ കൂടെ. അവരൊക്കെ ഭയങ്കര മര്യാദക്കാരാണ്, സൈഡിൽ കൂടെ പോണേ. നമുക്ക് നടുക്കിക്കൂടെ തന്നെ പോവാം. എന്തിനാ നമ്മൾ സൈഡിൽ കൂടെ പോവാം, കുറച്ച് ലക്ഷറിയസ് ആയിക്കോട്ടെ. എന്നിട്ട് ചെക്കിങ് ചെയ്യുമ്പോൾ ഒരു റൂമിൽ 2 ആൾക്കാണ് നമുക്ക് ഇത് ഓപ്പർച്യൂണിറ്റി അല്ല, ഓപ്ഷൻസ്. അപ്പോൾ ഇഷ്ടമുള്ളവർ ആര് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. പക്ഷേ ആ റൂം ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, കാരണം ഇടയ്ക്ക് പോലീസ് ചെക്കിങ് അതൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കിട്ടിയിരിക്കുന്ന റൂമിൽ തന്നെ സ്റ്റേ ചെയ്യണം. അപ്പോൾ ക്യൂ ആണ്. പാസ്പോർട്ട് കൊടുക്കണം ചെക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഒരുമിച്ചാക്കും എന്ന് പറയുന്നത്. അപ്പോൾ ഞാനും മോനാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇഷ്ടമുള്ളൊരു കാര്യം വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. ഒക്കെ ഇപ്പോൾ ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ടവരാണ് ഇവരെല്ലാം, ഫുൾ ടീമുകൾ. എങ്ങനെ അത്യാവശ്യം ഒക്കെ ബിസിനസ് ചെയ്യാൻ വന്നവരാണ് കേട്ടോ. എന്താണ് ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റി അറിയാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ നാളെ ഞങ്ങൾ പോകുന്നത് അത് എന്തായാലും നമുക്ക് റൂം കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മൾ ഹോട്ടലിൽ ചെക്കിങ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന റൂം നമ്പർ 403 ദിസ് സൈഡ്. യെസ്, ലക്ഷറി. അപ്പം നമ്മുടെ റൂം വരുന്നത് 403. യെസ്, ഇവിടെ തന്നെ ഉണ്ട്. അപ്പം നമ്മുടെ ഇവിടുത്തെ കീ എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ്. സാധാരണ നമ്മുടെ നാട്ടിൽ വെറുതെ ഇങ്ങനെ മുട്ടിച്ചാൽ മതി. പക്ഷേ ഇത് ഇങ്ങനെ ഇട്ടാലാണ് വർക്കാവുള്ളൂ. അപ്പോൾ നമ്മൾ കയറാൻ പോവാണ്. വാവ്, സൂപ്പർ ഒരു റൂം. നമുക്ക് ഷൂവും അതുപോലെ ബാഗൊക്കെ വെക്കാനുള്ള ഒരു സ്പേസാണ് ഈ കണ്ടത്. ഞാൻ ഓൾറെഡി ഇവിടെ ബാഗ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ലേ. നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ടത് എന്താ, വാഷ്റൂം. പതുക്കനെ വാഷ്റൂമാണ് ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത്. ഇത് ഇവിടെ ഡ്രൈ ടോയ്ലറ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാഷ്റൂം ചെക്ക് ചെയ്യാം.
വാഷ്റൂമിൻ്റെ സ്പേസ് വാവ്, കുഴപ്പമില്ലല്ലോ. വെള്ളം എന്തായാലും ഉണ്ടാവാണ്ടിരിക്കില്ല. ഇതാണ് നമ്മുടെ സ്നാനം ചെയ്യുന്ന ഏരിയ. ഒന്ന് കയറി വാങ്ങാനെ ഒന്ന് കാണിക്കൂ. ഇതാണ് നമ്മുടെ കുളിക്കുന്ന സ്ഥലം. പിന്നെ എന്തൊക്കെയുണ്ട്, ടിഷ്യൂ ഉണ്ട്, പിന്നെ ഷാംപൂ, സോപ്പ്, പിന്നെ ബ്രഷ്, അതിലൊക്കെ നമ്മളൊക്കെ ഉണ്ട്. സൗകര്യത്തിൻ്റെ കാര്യത്തിൽ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. പിന്നെ ഇവിടെ എന്തൊക്കെയാണ്, ബ്ലാക്ക് ടീ, ഷുഗർ, നോർമലി എല്ലായിടത്തും കിട്ടുന്നത് സാധാരണ പോലെ തന്നെ 2 വാട്ടർ ബോട്ടിലുണ്ട്, കെറ്റിലുണ്ട്. ഇത് ഫ്രിഡ്ജ്, ഒരു മിനി ഫ്രിഡ്ജ്. ഓപ്ഷൻ ഉണ്ടെങ്കിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ കൂൾ ചെയ്യാം. പിന്നെ ഇതാ നമ്മുടെ ലക്ഷറിയസ് ആയിട്ടുള്ള ബൈ ബെസ്റ്റ് വേ ടീമുകാരാണ് നമ്മളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാവരും ഇവിടെ ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുന്നത്. ആക്ച്വലി ഇതൊരു ബിസിനസ് ഈവൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഷിപ്പിംഗ് അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു മീറ്റപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബൈ ബെസ്റ്റ് വേ ടീമുകാരാണ് എല്ലാവരും. എന്താ ഭയങ്കര സീരിയസോ? നമ്മള് ബിസിനസ്സാണ് സംസാരിക്കാൻ പോണത്. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് സീരിയസ്നെസ് ഒക്കെ കഴിഞ്ഞോട്ടെ, എല്ലാവരും ചിരിവളി പൊട്ടി. പറഞ്ഞോ, കേട്ടോളാം. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മാറ്റർ എന്ന് പറഞ്ഞാൽ, അതായത് ഇതുവരെ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് തമാശക്ക് സമയം കിട്ടി. ഇനി നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഇവിടുന്ന് എങ്ങനെ സാധനങ്ങൾ എവിടേക്കാണോ, ഏത് രാജ്യത്തേക്കാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ രാജ്യത്തിലേക്ക് എങ്ങനെ എത്തിക്കാം, അതിന് ബെസ്റ്റായ വഴികൾ ഏതൊക്കെയാണ്, അതിന് ഇവർ ത്രൂ എങ്ങനെയൊക്കെ നമുക്ക് ഉപകാരപ്പെടും. അതുപോലെ നമുക്ക് ഓരോ പ്രൊഡക്റ്റിനും ഓരോ ഓരോ പ്രൊഡക്റ്റിനും എത്രത്തോളം GSTയും വാറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കാനും, പിന്നെ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി നമ്മളെ സഹായിച്ച നമ്മുടെ ഗൈഡുമാര്, അതെ, ക്യൂട്ട് ഗൈഡ്സ്, ജസ്റ്റ് സേ ഹായ്. Yeah, this is our influencer and YouTuber, Instagrammer. ഭയങ്കര ഇംഗ്ലീഷ് ചാടയാണല്ലോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത്. അപ്പം നമ്മുടെ ബൈ ബെസ്റ്റ് വേറെ ടീമിൻ്റെ ആൾക്കാരാണ് അവിടെ നിൽക്കുന്നത്. പിന്നെ ഈ ഇരിക്കുന്നതൊക്കെ ബിസിനസ് ചെയ്യുന്നത്, അത് 1 or 2 ബിസിനസ് നമ്മളിപ്പോൾ എല്ലാ തരം, ഇപ്പോൾ എന്താ പറയുക, ഫ്രിഡ്ജ് ആയാലും ശരി, ടോയ്സിൻ്റെ ആയാലും, ജിമ്മിൻ്റെ സെക്ഷൻ, അങ്ങനെ നമ്മുടെ മനസ്സിൽ എന്താണ് ബിസിനസ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു സെക്ഷൻ്റെ ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും മീറ്റിംഗ് കൂടാൻ നമുക്ക് കുറേ അറിവുകൾ കിട്ടാനുണ്ട്. ഞാൻ ഡിന്നർ കഴിക്കാൻ വന്നതാട്ടോ. ഡിന്നറിൻ്റെ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിപ്പിച്ച് നോക്കിയിട്ട് വരാം. പിന്നെ എന്തൊക്കെയാണെന്നുള്ള ഇതിൻ്റെ ഇടയിൽ ഹലോ, നമ്മുടെ ബൈ ബെസ്റ്റ് വേ ഈ ടീമിൽ നിന്നാണ് ഞാൻ വന്നതെന്ന് അവരോട് ഇൻഫോം ചെയ്ത്. ഇപ്പോൾ കണ്ടപ്പോൾ എന്തായാലും ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ടീമിലത്തെ ആൾക്കാർ, ഞാൻ എന്നെ കൊണ്ടുവന്ന ആൾക്കാരാണ്. ജസ്റ്റ് ഒരു വ്ളോഗ് ചെയ്യുന്നുണ്ട്. ഒന്നുമില്ല, ഞാൻ എന്തിനാ വന്നതെന്നൊന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ കമ്മിങ്. അതാണ് ആദ്യം പറയണ്ടേ. ഞങ്ങൾ കൊണ്ടുവന്നോ അതിനേക്കാളോ ഞാനാണ് ഫസ്റ്റ് താങ്ക് യു പറയണത്. എന്നെ ചൂസ് ചെയ്തില്ല ഇങ്ങനെ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ, നമുക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസിങ്ങിൻ്റെ അപ്പുറത്തേക്ക് ഇൻഫോർമേഷൻസ് ആൾക്കാരിലേക്ക് പ്രോപ്പറായിട്ട് എത്തിക്കുക എന്നുള്ളത് ഒരു വലിയ റോൾ യു ഹാവ് ഡൺ. വി ആർ വെരി ഹാപ്പി. കാരണം ഇന്നിപ്പോൾ നമ്മളിവിടെ ഫേസ് 1ഉം 2ഉം ഒക്കെ കഴിഞ്ഞു. ഒരുപാട് ഹാപ്പിയാണ്. ഈ ഫേസ് 1 ഫേസ് 2 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ കാന്റോൺ ഫെയർ എന്താണ്, അത് ചൈനയിൽ എന്തുകൊണ്ട് നടക്കുന്നു, അത് എങ്ങനെയാണ്, അതിൻ്റെ ഒരു ചെറിയൊരു ഡീറ്റെയിൽ, അതിൽ സാധാരണക്കാർക്ക് വരാൻ പറ്റുമോ, അല്ലെങ്കിൽ വരാൻ പറ്റാത്തവരാണെങ്കിൽ അതിന് എന്തൊക്കെ പ്രൊസീജിയറാണ്, നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനെ കുറച്ച് സംശയങ്ങൾ. ഓക്കെ, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയാം. കാന്റൺ ഫെയർ വേൾഡിലെ ബിഗ്ഗസ്റ്റ് ഇമ്പോർട്ട് എക്സ്പോർട്ട് എക്സ്പോ ആണ്. അപ്പോൾ അതിൽ ഒരുപാട് പ്രൊഡക്റ്റ് പ്ലേസ് ചെയ്തിട്ടിരിക്കും. അത് 3 ഫേസ് ആയിട്ടാണ് നടക്കുന്നത്. അതാണ് ഞാൻ 1, 2, 3 എന്നൊക്കെ പറഞ്ഞത്. 1ലാണെങ്കിൽ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഹാർഡ്വെയർ, ടൂൾസ്, അങ്ങനത്തെ ഒരുപാട് മിഷനറി ഓറിയൻറ്റഡും. 2ലാണെങ്കിൽ നമുക്ക് ഇൻറ്റീരിയർ ഡിസൈനർ, ആർക്കിടെക്ചറൽ, ഫർണിച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഏരിയകളും. 3ൽ നമുക്ക് ഫാഷൻ, ക്ലോത്തിങ്സ്,
അങ്ങനെ ടോയ്സ്, സ്പോർട്സ് വെയേഴ്സ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. അങ്ങനെയുള്ള 3 സെഗ്രിഗേറ്റ് ചെയ്തിട്ട് 3 ടൈമിലായിട്ട്, അതായത് ഒരേ സെൻറ്ററിൽ തന്നെ 3 സമയത്ത് നടക്കുന്നതാണ്. ഇതിലേക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സാധാരണക്കാർക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാൻ എല്ലാവർക്കും വരാം. കാരണം കാണേണ്ട ഒരു എക്സ്പോ തന്നെയാണ്. 1,25,00,000 സ്ക്വയർ ഫീറ്റിൽ 25,000-ഓളം ഫാക്ടറീസും പ്രൊഡക്ട്സൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്നൊരു മെഗാ എക്സ്പോ തന്നെയാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ബൈബസ്പേസിനെ സംബന്ധിച്ചിടത്തോളം കാൻഡൺ മാത്രമല്ല നമ്മുടെ ഒരു ഫോക്കസ് ഉള്ള ചൈനയിൽ നിന്ന് എന്ത് പ്രൊഡക്ട്സും. ഇപ്പോൾ കാൻഡണിനെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി പ്രീമിയം പ്രൊഡക്ട്സ് ഉണ്ട്, പ്രൈസിങ് മാച്ച് ആയിക്കൊള്ളുന്നില്ല. പക്ഷേ ചൈനയിൽ നിന്ന് എന്ത് ബെസ്റ്റായിട്ട് ചെയ്യാം എന്നുള്ളത് ഇതേ ട്രിപ്പിൻ്റെ കൂടെ തന്നെ ചെയ്ത് പഠിപ്പിച്ച് മാർക്കറ്റ് പറഞ്ഞു കൊടുത്ത് നാട്ടിലേക്ക് അത് എത്തിക്കുന്ന രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ഈ കാൻറ്റോൺ ഫെയർ എന്ന് പറയുമ്പോൾ കൊല്ലത്തിൽ 2 തവണ നടക്കണം. അറിയാത്തവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് കൊല്ലത്തിൽ ആക്ച്വലി 2 തവണ നടക്കണം. അത് ഒന്ന് മാർച്ചിലും അതുപോലെ ഒരെണ്ണം ഒക്ടോബറിലും. അത് 3 ഫേസ് എന്ന് പറഞ്ഞാൽ 3 ഫേസിലും ഡിഫറെൻറ്റ് കാറ്റഗറിയാണ്. അതിൽ 3ാമത്തെ ഫേസാണ് ഞാൻ ചൂസ് ചെയ്തത്. കാരണം ഫാഷൻ കാറ്റഗറി അല്ലെങ്കിൽ സ്പോർട്സ്, ക്ലോത്തിങ് ആണ് എൻ്റെ മെയിൻ ഇതെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാറ്റഗറിയിലാണ് ഞാൻ വന്നത്. അപ്പോൾ എനിക്ക് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും കിടന്നിട്ട് ഓരോരോ ഹോൾസെയിൽസ് രീതിയിലൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ വിട്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റും. ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു ലോകമല്ല, വലിയൊരു ലോകമാണ്. എന്ത് ചെയ്യാൻ പറ്റും അത് ഇപ്പം നമുക്കൊന്നും അറിയില്ലെങ്കിൽ പോലും ഇവർ നമ്മളെ ഭയങ്കര നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അത് ട്രെയിനിങ് ത്രൂ ആയാലും എല്ലാ കാര്യത്തിലും. പിന്നെ അത് തന്നെയല്ല, ഇവിടെ എത്തുന്നവരെ ഒരു ബുദ്ധിമുട്ടും എനിക്ക് ഉണ്ടായിട്ടില്ല. ഈവൻ ഫ്ലൈറ്റിൽ കയറുന്നവരെ, കൊച്ചിയിൽ വരെ എത്തേണ്ടത് നമ്മുടെ ചുമതല. കൊച്ചി കഴിഞ്ഞാൽ ബാക്കി അവിടേക്ക് തിരിച്ചെത്തേണ്ടത് വരെ അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇതുവരെ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ ഈ നിമിഷം വരെ ഹോട്ടൽ അറേഞ്ച്മെൻറ്റ്സ് ആയാലും സീരിയസ്ലി എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചെറിയ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാനും പോലും ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക, സംസാരിക്കുക, എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് പറഞ്ഞു തരുന്നത്. ഇനി ബൈ ബെസ്റ്റ് ഇവർ ചൈനയിൽ മാത്രമല്ല, ഇപ്പോൾ എപ്പോൾ വിളിച്ചാലും കിട്ടും. കാരണം ഇവർ വലിയൊരു ടീം അല്ല. നിങ്ങൾ ഇനിയിപ്പോൾ ചൈനയിലാണ് നിൽക്കണേ? അല്ല അങ്ങനെയല്ല. നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇമ്പോർട്ട് എക്സ്പോർട്ട് കമ്പനികളെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുമ്പോൾ അറിയാം, പലരും ലോ ക്വാണ്ടിറ്റീസ് എടുക്കില്ല, അല്ലെങ്കിൽ പുതിയ സ്റ്റാർട്ടപ്സിനെ സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തുടങ്ങിയത് വളരെ ചെറിയ രീതിയിൽ നിന്ന് ഇന്ന് ഷാങ്ഹായിൽ 200 മില്യൺ വർത്ത് ഫാക്ടറി ഡെവലപ്പ് ചെയ്യാൻ വരെ എത്തി നിൽക്കുന്നതിൽ വി ആർ വെരി പ്രൗഡ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി, മലയാളി കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, ലോകത്തുനിന്ന് 14 രാജ്യത്തു നിന്ന് നമ്മൾക്ക് 238 ആൾക്കാർ വന്നിട്ടുണ്ട്. സോ അവരെ എല്ലാവരെയും ഈക്വലി ട്രീറ്റ് ചെയ്ത്, ഈക്വലി സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി അല്ലെങ്കിൽ ഒരു മെത്തേഡ് ഉണ്ടാക്കുക. ചൈന എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലോബൽ മാർക്കറ്റിംഗ് ഹബ്ബാണ്, ഐ മീൻ മാനുഫാക്ചറിങ് ഹബ്ബാണ്. അപ്പോൾ അതിൽ നിന്നും നല്ല പ്രൊഡക്ട്സ് നല്ല രീതിയിൽ നല്ല പ്രൈസിൽ നല്ല എഫക്റ്റീവായിട്ട് കൊണ്ടുവരാൻ അതിനുള്ള ഒന്നുകൂടി എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ കാൻറ്റോൺ ഫെയറിലെ എക്സിബിഷനിൽ കാണുന്ന ഐറ്റംസ് മാത്രമല്ല, നമുക്ക് എന്താണ് പ്രൊഡക്റ്റ് ആവശ്യം എന്ന് വെച്ചാൽ അവിടെ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ വേരോട് നമ്മൾ പിഴുതെടുക്കാന്ന് പറയാം, ആ ഒരു സ്ഥലത്തേക്ക് അവർ നമ്മളെ എത്തിക്കുന്നതായിരിക്കും. ഒരു പോയിന്റാണ് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് എല്ലാവരോടും പറഞ്ഞു കൊടുക്കും. കാരണം കാൻഡൺ കാണാൻ നിങ്ങൾക്ക് ഏത് ടൂർ കമ്പനിയുടെ കൂടെയും വരാം. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ എമൗണ്ട് വർത്തായിക്കോളണം എന്ന് ഞാൻ 100% പറയുന്നു. നിങ്ങൾക്ക് അത് വർത്താവില്ല. കാരണം ഇവിടെ വേണ്ടത് 99.99% ഔട്ട്സൈഡ് കാൻഡൺ അല്ലെങ്കിൽ ചൈന, ബാക്കി ചൈനയിലാണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇറക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസിങ്ങും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഷൽമി മാം ഒക്കെ ഇടുന്ന പോലത്തെ വീഡിയോസ് ചൈനയിൽ നിന്ന് ബെസ്റ്റായിട്ട് അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതൊരിക്കലും കാൻഡൻ്റെ അകത്ത് നടക്കുന്നതല്ല, അത് പുറത്താണ്. അപ്പോൾ ആ പുറത്തുള്ളത് അടക്കം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടായിരിക്കും ചിലപ്പോൾ ഈ കാൻറ്റോൺ ഫെയറിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് കാൻറ്റോൺ ഫെയറിൻ്റെ ഫ്രണ്ട് പോർഷൻ കാണിക്കാം. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള ഓരോരോ ബിസിനസ് എന്തൊക്കെയാണെന്നുള്ളത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട്. പക്ഷേ അങ്ങനെ ചെയ്താൽ പോലും നിങ്ങൾക്ക് ഡയറക്റ്റ് അവരെ കോൺടാക്ട് ചെയ്താലും നമുക്ക് വിചാരിച്ച പോലെ ആ ഒരു സോഴ്സ് നമുക്ക് കിട്ടില്ല. കാരണം മാനുഫാക്ചർ റേറ്റിന് കോസ്റ്റ് ഇതൊക്കെ കഴിഞ്ഞ് കണ്ടെയ്നർ വഴിക്ക് നമ്മുടെ സംഭവം നമ്മുടെ കയ്യിലേക്ക് എത്തുമ്പോഴേക്കും അതിൻ്റെ കോസ്റ്റ് കൂടും. അതൊക്കെ കുറയ്ക്കണമെങ്കിൽ കുറച്ചൊക്കെ ബെസ്റ്റ് ഡോർ ടു ഡോർ സർവീസ് തരുന്നത്. നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾക്ക് നാട്ടിൽ നമ്മൾ പ്രൊഡക്ട്സ് എത്തിച്ചു തരും. എവിടെ വെയർ ഹൗസ് ആണെങ്കിലും ഷോപ്പാണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങൾക്ക് എത്തിച്ചു തരാൻ പറ്റും. നിങ്ങളെ കൺസേൺസ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ട്സ് ചൂസ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം എന്നുള്ള കൃത്യമായിട്ട് നമ്മൾ അറിയിക്കുന്നതിലൊക്കെ നോക്കിയാൽ മതി. ബാക്കിയെല്ലാം നമ്മൾ മാനേജ്. പിന്നെ വേറൊരു കാര്യം, ഞാൻ കൂടുതൽ ടെക്സ്റ്റൈൽസ്, ജ്വല്ലറീസ് അങ്ങനത്തെ സംഭവമൊക്കെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ അത് മാത്രമല്ല
ബിസിനസ് തലക്കി പിടിച്ചത് എന്തായാലും അതിനുള്ള സൊല്യൂഷനാണ്. അല്ല അവർക്ക് ഇപ്പോൾ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ അവർക്ക് ജിമ്മിൻ്റെ പ്രൊഡക്റ്റ് ആണ് വേണം, അല്ലെങ്കിൽ പെറ്റിൻ്റെ ആക്സസറീസ് ആണ് വേണം, അങ്ങനത്തെ എന്ത് A to Z. ഈവൻ മെഡിക്കലിലേക്ക് ഗ്ലൗസ് അങ്ങനത്തെ സംഭവം. ഇപ്പോൾ ടൈലറിങ്ങിൻ്റെ ആണെങ്കിൽ ടൈലറിങ്ങിൻ്റെ വലിയ മിഷൻ, പക്ഷേ ഒക്കെ കണ്ടെയ്നർ അതെങ്ങനെയാണെന്ന് ഡീറ്റെയിൽസ് നിങ്ങൾ വിളിച്ചു വെച്ചാൽ മതി. ഞാൻ ഇന്ത്യൻ നമ്പർ തരാം. അപ്പോൾ ഇന്ത്യയിലേക്ക് തന്നെ നിങ്ങൾക്ക് നേരിട്ട് കൊച്ചി ഓഫീസിൽ വരാം, സംസാരിക്കാം, നേരിട്ട് ഡിസ്കസ് ചെയ്യാം. നമുക്ക് UAE, സൗദി, UK എല്ലായിടത്തും നമുക്ക് ബ്രാഞ്ചസ് ഉണ്ട്. 78 കൺട്രീസിൽ നമ്മൾ പ്രൊഡക്ട്സ് ഡെലിവർ ചെയ്യുന്നുണ്ട്. ഇതൊരു ഗ്ലോബൽ നെറ്റ്വർക്കാണ് BT എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ആർക്കും ഭാഗമാവാം. അതിൽ ഒരു മടിയും വേണ്ട. തുടക്കക്കാരാണെങ്കിലും ശരി, ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിലും ശരി, എല്ലാവരുടെയും ടെൻഷനാണ്. ചെറിയ നിങ്ങൾ വിചാരിക്കും അയ്യോ വലിയ ക്വാണ്ടിറ്റി നമ്മൾ ഇനി വിളിച്ചു കഴിഞ്ഞാൽ മേടിക്കണോ, അങ്ങനെയല്ല. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചു വെച്ചോ. ഡൗട്ട്സ് ക്ലിയർ ചെയ്യും. നമുക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്താലാണ് മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റുക. ഫസ്റ്റിൽ അയ്യോ ഇത്ര എമൗണ്ടിന് മേടിക്കണം ആ ഒരു മൈൻഡിൽ നിന്ന് തന്നെ വേണം. ഫസ്റ്റ് ഒരു കോൺവെർസേഷൻ വേണം, സംസാരം വേണം. എന്നാലാണ് നമുക്ക് അതെല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷമാണ് അതൊരു ബിസിനസ്സായിട്ട് കൺവേർട്ട് ആവുള്ളൂ. ഞങ്ങളുടെ ഒരു വിഷൻ ആക്ച്വലി നിങ്ങൾക്ക് ഇമ്പോർട്ട് എക്സ്പോർട്ട് എന്നുള്ളതിന് കൂടെ തന്നെ ഞങ്ങളുടെ ഒരു വലിയൊരു വിഷനാണ്. നമുക്ക് ഇപ്പോൾ ഗുജറാത്തി കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മാർവാടി നിങ്ങൾക്ക് അറിയുന്ന പോലെ കമ്മ്യൂണിറ്റിയുടെ ഒക്കെ ഒരു ഗുണം, അവർ ഈ ബിസിനസ്സിലുള്ള ലിറ്ററസി ഭയങ്കര കൂടുതലാണ്. ഇന്നിപ്പോൾ നമുക്ക് 238ഓളം നമ്മുടെ ഒരു കോർ മലയാളി ഗ്രൂപ്പ് പല രാജ്യത്തു നിന്ന് വന്നിട്ട് അവരിവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ അവർ ആക്ച്വലി പഠിക്കുന്ന കുറേ എലമെൻറ്റ്സ് അതൊരു 5 പേർക്ക് എത്തിക്കുമ്പോൾ നമ്മൾ ബിൽഡ് ചെയ്യുന്നത് ഒരു റെവല്യൂഷനാണെന്നുള്ള ആ നെറ്റ്വർക്കിംഗ് റെവല്യൂഷനാണ് ഞാൻ എൻ്റെ കണ്ട ഏറ്റവും വലിയ വിഷൻ. കാരണം ഇതിൽ നിന്ന് നിങ്ങൾ ബിസിനസ് ഇന്ന് ചെയ്യാം, 6 മാസം കഴിഞ്ഞ് ചെയ്യാം, 1 കൊല്ലം കഴിഞ്ഞ് ചെയ്യാം, എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾക്ക് എപ്പോൾ ചെയ്യണമെന്ന് തോന്നുമ്പോൾ ചെയ്താൽ മതി. പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങുന്ന ഓരോരുത്തരും വളരെ കൃത്യമായിട്ട് ചൈനയായിട്ട് എങ്ങനെ ഡീൽ ചെയ്യണം, എന്തൊക്കെയാണ് ഇതിൻ്റെ മെത്തേഡ്സ്, ആ ഒരു ലിറ്ററസി അവർക്ക് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എന്തിനാണ് ഇവിടെ, ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ടോ അങ്ങനെയും ഒരു ഡൗട്ട് അവർക്ക് വന്നിട്ടുണ്ടാവും. ആക്ച്വലി ഞാൻ ബിസിനസ് ചെയ്യാൻ വന്നതല്ല, പക്ഷേ ഇതിന് മുന്നേ ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉള്ളവർക്ക് കാന്റോൺ ഫെയർ ഉണ്ട്. അപ്പോൾ അതിൽ ബൈ ബെസ്റ്റ് വേ ത്രൂ ആണെങ്കിൽ നമുക്ക് ഫേസ് 3ലേക്ക് പോകാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഞാനും വരും എന്ന് ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെ എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു വീഡിയോ കണ്ടിട്ട് കുറേ പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ വന്നിട്ടുള്ളത്. മാമിന് വന്നത് അതാ ഞാൻ പറഞ്ഞ അത് ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് യു ഡൺ എ ഗ്രേറ്റ് ജോബ് ഇൻ എക്സ്പ്ലെയിനിങ് പീപ്പിൾ ഇങ്ങനെയൊക്കെ. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് സെല്ല് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് മാത്രമല്ല, ഇത് പലരുടെയും ബുദ്ധിമുട്ടും കൂടിയാണ്. പലർക്കും ഈ ഒരു ചാനൽ എങ്ങനെ കിട്ടണം, ചൈന എന്ന് പറയുന്ന ഒരു കിട്ടാക്കണി പോലെ കുറേ ടെൻഷൻ പിടിച്ച പരിപാടിയാണെന്നുള്ളതൊക്കെ ബ്രേക്ക് ചെയ്ത് കൊടുക്കാൻ അവർക്ക് ആദ്യം അറിയണം, ഇങ്ങനെ എത്തണം, ഇവിടെ വരണം, ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ അതിനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നല്ലൊരു നമ്മൾ രണ്ടുള്ളത് അടുത്തത് 3ആവാനായിട്ട് അതിൽ നിങ്ങൾ ജോയിൻ ചെയ്തേ പറ്റുള്ളൂ. എന്നാലാണ് ഇതൊരു ബിസിനസ്സായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഒരു ചെയിൻ പോലെ പോയാലാണ് ഇതൊരു നമുക്കിതൊരു നല്ലൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണം. എനിക്ക് വേണ്ടത് ഞാൻ വളരെ കൃത്യമായിട്ട് ഞാൻ പറയലുണ്ട്, ബൈബസ് വേണ്ട ഒരു മോട്ടോ ചൈനയിലേക്ക് ആരും ടൂർ കൊണ്ടുവരിക എന്നുള്ളതല്ല. നിങ്ങൾക്ക് വന്ന് നിങ്ങൾക്ക് ഏത് ബിസിനസ് ആണെങ്കിലും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുക. പിന്നെ ഞാൻ ഈ വന്ന 1 and 2കാരും ഫേസ് 1 ഫേസ് 2 വന്ന അറൗണ്ട് 170+ മെമ്പേഴ്സുണ്ട്. അതിൽ പലരും കൊളാബറേറ്റ് ചെയ്യുന്നു, പലരും ഒരുമിച്ച് സാധനങ്ങൾ ഇറക്കുന്നു, പലരും ബിസിനസ് മോഡൽസ് ഇവിടെ വന്ന് ഇൻട്രസ്റ്റ് ചെയ്തിട്ട് ഇതാക്കുന്നു. പല സ്റ്റാർട്ടപ്പ് ബിസിനസ് തുടങ്ങുന്ന യങ് പീപ്പിൾ 20 വയസ്സ് മുതലുള്ളവർ വരെ വന്നിട്ടുണ്ട്. അവരൊക്കെ പഠിച്ച് ബാക്കിയുള്ളവരുടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവരുടെ അടുത്തൊന്ന് റിവ്യൂ ചോദിക്കട്ടെ. ഇവിടെ വന്നിട്ട് അവരുടെ എങ്ങനെയാണ് എന്തായാലും ഇവിടെ എത്തില്ല, ഇങ്ങോട്ട് ഇവിടെ കേൾക്കണില്ല, ചെവിട്ടിൽ വെച്ചിരിക്കുക. ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ, ഒരു റിവ്യൂ ഒന്ന് ചോദിച്ചോക്കട്ടെ. ഒരു മിനിറ്റ് ഇവിടെ തന്നെ നിൽക്ക്. ഈ ബൈ ബെസ്റ്റ് വേ ത്രൂ ആണ് നിങ്ങൾ വന്നിരിക്കുന്നത് അല്ലേ? എങ്ങനെയുണ്ട് അവരുടെ സർവീസ് കാര്യങ്ങൾ? ഇതുവരെ ഒക്കെ ഓക്കെയാണ്. ഒരു പ്രത്യേകിച്ച് കാരണം ഞാനും ഫാദറും കൂടിയാണ് വന്നത്. ഞാൻ ആദ്യം ഫാദറേനു കൊടുത്തത്, പിന്നെ ഫാദർ വെറുതെ ഈ പോരെന്ന് പറഞ്ഞിട്ട് എനിക്ക് വിസ കിട്ടി. ഫാദറിന് ഇങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു, അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അറ്റ് ലാസ്റ്റ് വിസ വന്നു, തലേന്നു മിഞ്ഞാന്ന് വിസ വന്നു. അവരെന്നെ ഫ്ലൈറ്റ് വഴി പാസ്പോർട്ട് കൊച്ചിയിലെത്തിച്ച്. അതിന് ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു ആ ഒരു സർവീസിന്. ഓക്കെ, സർവീസ് ആയാലും അതുപോലെ ഫ്ലൈറ്റിന്റെ അതുപോലെ ഫുഡ് ആയാലും എല്ലാ കാര്യത്തിനും ഇപ്പൊ ഇതുവരെ ഫുഡ് കഴിച്ചു കഴിഞ്ഞില്ലേ? ഫുഡ് അടിപൊളിയായിരുന്നു. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, കഴിക്കാൻ പോട്ടെ. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ബാക്കിയാവാം. ഇനിയിപ്പോ വേഗം കഴിക്കുന്നതല്ലേ, കാരണം എല്ലാരും നല്ല അടി തുടങ്ങിയിരിക്കുന്നത്, കഴിയാനായിരിക്കണേ.
അടി 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 ആ പാട്ടോട് പറഞ്ഞത് വേറെ ഒന്നും വിചാരിക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു. പേര് ചോദിച്ചില്ല ഞാൻ. പേര് ഹമൽ ഷാ. ഹമൽ ഷാ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളത് തന്നെയാണ്. പേര് വേണ്ട, മുഖം ഓർമ്മയുണ്ടായാൽ മതി, അത്രയും വേണ്ട. അപ്പോൾ താങ്ക് യു. താങ്ക് യു. അപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ പോട്ടെ. ഗുഡ് മോർണിംഗ്. അങ്ങനെ ഡേ 2 ഞങ്ങളിപ്പോൾ പോകാൻ പോകണം കേട്ടോ കാറ്റോൺ ഫെയറിലേക്ക്. അപ്പോൾ ഒരു ബസ് ഓൾറെഡി പോയി കഴിഞ്ഞു, ഇനി രണ്ടാമത്തെ ബസ് പോയിക്കൊണ്ടിരിക്കാം. അത് ഇറങ്ങുമ്പോൾ തന്നെ നമുക്കത് ഇങ്ങനെ ഒരു സംഭവം കിട്ടും. നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു നോട്ട് പാഡും ഗുഡ് മോർണിംഗ്. അവിടെ അല്ല ഡോർ എവിടെയാ? എവിടെ? നമ്മുടെ സൈഡാണല്ലോ, കുറേ പേരുണ്ടല്ലോ, ടീമിനുണ്ട്. ഒരു ബസ് പോയില്ലേ? എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. കയറിക്കോളൂ. നമ്മളിപ്പോൾ കാന്റോൺ ഫെയറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതാ ഇങ്ങനെ ഒരു സംഭവം, ഈ ഒരു വണ്ടിയിലാണ് നമ്മളെ കൊണ്ടുവന്നത്. നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഇത് അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ഡീറ്റെയിൽ വീഡിയോ ഓരോന്നോരോന്ന് എന്തൊക്കെയാണ് അവിടുത്തെ പ്രോഡക്റ്റ്സ് ഒക്കെ അറിയാം. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.